ലോകചരിത്രത്തിൽ ആദ്യം ട്രെയിനിങ് കൊടുത്തു ഞാൻ ഫയർഫോഴ്സിന് കൊടുത്തു, ഫോറസ്റ്റിന് കൊടുത്തു, അതുപോലെ തന്നെ പോലീസിന് ട്രെയിനിങ് കൊടുത്തു, അതുപോലെ അങ്ങനെ ഒരുപാട് മേഖലയിൽ ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ അവർക്കൊന്നും ആർക്കും ട്രെയിനിങ് ഒരു അപകടം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഇവർ ട്രെയിനിങ് കൊടുത്തിട്ട് 30 പേർക്ക് മറ്റേ കളി. ഞാനിപ്പോൾ വിവരാവകാശം ചോദിച്ചിട്ടുണ്ട്, 30 ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവാം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാതെ നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ട് എന്താ കാര്യമുള്ളൂ? സത്യം പറഞ്ഞാൽ പറമ്പിലെങ്കിലും പാമ്പിനെ ജീവിക്കാൻ അനുവദിക്കും. കുറേയൊക്കെ കാർബൺ ശ്വസിക്കുന്ന ജീവികളും കൂടിയാണ് പാമ്പ്. അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ഒരു കഴിവ് കൂടി ഇവർക്ക്. ഈ പാമ്പ് പാല് കുടിക്കും? അത് സാർ ചോദിച്ചു നല്ലത്. പാമ്പ് ഒരിക്കലും പാല് കുടിക്കാറ്. ഈ പാമ്പ് പിടിക്കാൻ പോകുന്നതിന് വീട്ടുകാരുടെ എതിർപ്പ് വല്ലതും ഉണ്ട്? ഒയ്യോ, ഭയങ്കര എതിർപ്പാണ്. യഥാർത്ഥത്തിൽ പണ്ട് കാലങ്ങളിലൊക്കെ എനിക്കൊരു കടി കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇത് കാണാം, ഞാൻ കിടന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്നത്, മരണമരണപ്പെടുന്നത് കാണുന്നത് അവരാണ്. അപ്പോൾ അവർക്ക് ഇത് അമ്മ തന്നെ ആദ്യമേ ഇത് എതിർത്തിട്ടുണ്ട്. അത് എല്ലാവരും എതിർത്തായിരുന്നു, നാട്ടുകാരൊക്കെ എതിർത്ത്. പിന്നെ അവർക്ക് മനസ്സിലായി എന്നെ എന്തായാലും ഇതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ അവരങ്ങ് അതിൽ നിന്ന് പിന്മാറും. എൻ്റെ മേഖല ഇതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇവയോടൊപ്പം വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു ജീവിയാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഇവരെ സ്നേഹിച്ച് ഞാൻ അവരെ പ്രണയിക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ അവർക്ക് കൊണ്ട് ജീവിക്കുന്നു. അതുതന്നെയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ആലോചിച്ചു തുടങ്ങി കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് ചിന്തിക്കുന്നു. കാരണം എനിക്കിപ്പോൾ എൻ്റെ അച്ഛന് ക്യാൻസറായിട്ട് കിടന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അച്ഛന് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തിന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്താ പറയുക, വന്ന് നോക്കാൻ പറ്റില്ല. ഞാൻ പുറത്തുനിന്ന് ഒരാളിനെ വെച്ചാണ് ഇതൊക്കെ നോക്കിയത്. അപ്പോൾ എപ്പോഴെല്ലാം ഞാൻ പാമ്പെന്ന് പറഞ്ഞിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, അതൊരു ലഹരിയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് അനിയത്തി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അനിയത്തിക്ക് ട്രീറ്റ്മെൻറ്റ് വന്ന സമയത്താണ് ഞാൻ പെട്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഇപ്പോൾ 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ കണ്ണിൽ ലേസർ ചെയ്യാൻ, കാഴ്ച കുറഞ്ഞ് ലേസർ ചെയ്യാൻ പോകണം. പിന്നെ അത് ഞാൻ കാർഡിയോ ഡോക്ടറെ കാണിക്കാൻ പോകണം. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക, പ്ലാസ്റ്റിക് സർജറിയെ കാണാൻ പോകണം. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് കിഡ്നിയുടെ ട്രബിൾ ഉള്ളതുകൊണ്ട് പിന്നെ അടുത്ത് അതിൻ്റെ ഡോക്ടർ മോഹൻദാസ് സാറിനെ കാണാം, ജേക്കബ് ഡോക്ടർ സാറിനെ കാണാം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് സമയത്തിന് ഇതിലേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ ഞാനൊന്ന് ഇതിലൊന്ന് അല്പം കുറച്ചാലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാതെ നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ നമ്മൾ സ്വന്തം അപ്പനെയും അമ്മയും ബഹുമാനിക്കാതെ നാട്ടിലുള്ള അപ്പനെയും അമ്മയും ബഹുമാനിച്ചിട്ട് എന്താണ് സാറേ കാര്യമുള്ളത്? അപ്പോൾ അതെല്ലാം കവടമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അസുഖങ്ങളൊക്കെ വന്നത് ഈ പാമ്പിൻ്റെ വിഷം ഏറ്റതുകൊണ്ടായിരിക്കും? അല്ല, എനിക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല. ഇല്ല, എനിക്കൊന്നുമില്ല. എനിക്കിപ്പോൾ ഇതുവരെ നോക്കിയിട്ട് എനിക്ക് വേറെ അസുഖങ്ങൾ. അനിയത്തിക്കും അച്ഛനുമായിരുന്നു കുടുംബത്തിലുള്ള. പിന്നെ അത് കഴിഞ്ഞൊരു കുഞ്ഞമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. ആ കുഞ്ഞമ്മ മരിച്ചു. അടുത്ത കുഞ്ഞമ്മ തൊട്ടടുത്ത സമയത്തിന് മരിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞമ്മയുടെ സഹോദരൻ പെട്ടെന്ന് മരിച്ചു. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ അച്ഛൻ പെട്ടെന്ന് മരിച്ചു. അത് കഴിഞ്ഞിപ്പോൾ അനിയത്തിക്ക് ഇപ്പോൾ ഇത്രയും അസുഖങ്ങളായിട്ട് അനിയത്തി ജീവിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾ 2 ചേട്ടന്മാർ വേറെയുണ്ട്. അവർ നല്ല തിരക്കാണ്, അവർക്കൊന്നും അന്വേഷിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം ഇവർക്ക് വേണ്ടി ഓടി നടക്കുന്നുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ ഈ സാധാരണ ആളുകൾ ഒരു പാമ്പിനെ കണ്ട ഉടനെ അതിനെ തല്ലിക്കൊല്ലുകയാണ് പതിവ്. അതെ. അപ്പം സുരേഷിന് അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ പറമ്പിലെങ്കിലും പാമ്പിനെ ജീവിക്കാൻ അനുവദിക്കുക. പറമ്പിൽ ഇപ്പോൾ എല്ലാ പാമ്പുകളെയും നാട്ടിലുള്ള പറമ്പുകൾക്കകത്തൊക്കെ പാമ്പിനെ കാണുന്ന എല്ലാം പിടിച്ച് കാട്ടിക്കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന തലമുറ അസുഖങ്ങളില്ലാതെ ജീവിക്കാൻ പോകുന്നു. അപ്പോൾ നമുക്കിത് അറിയാമല്ലോ സാർ, ഇത് കുറേയൊക്കെ കാർബൺ ശ്വസിക്കുന്ന ജീവികളും കൂടിയാണ് പാമ്പ്. അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ഒരു കഴിവ് കൂടി ഇവർക്കുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പാമ്പിനെ തല്ലി കൊല്ലുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അയ്യോ പാമ്പ് എന്ന് സംസാരിക്കാതിരിക്കുക. പാമ്പ് എന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാവം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനെ കൊല്ലാൻ തോന്നുന്നില്ല. നമ്മുടെ പൂർവികർ പറഞ്ഞ എന്താ പറയുക, ഭീകരതയുള്ള ജീവിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവയെല്ലാം നമ്മൾ തല്ലിക്കൊല്ലുന്നത്. ഇന്നും തല്ലിക്കൊല്ലൽ നടക്കുന്നുണ്ട്. പിന്നെ പേടിച്ചിട്ട് മനുഷ്യന് എല്ലാ ജീവികൾക്കും ഏറ്റവും കൂടുതൽ ഭയം മരണഭയമാണ്. അപ്പോൾ മനുഷ്യൻ്റെ വീടിനകത്തേക്കൊന്നു കയറുമ്പോൾ അവർ പിന്നെ രാജവെമ്പാലാണോ മൂർഖനാണോ ചേരയാണെന്നൊന്നും നോക്കാറില്ല. അവരെ പെട്ടെന്ന് മരണപ്രളപ്പെട്ട് അങ്ങ് അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നിയമ തടസ്സങ്ങൾ, ഇപ്പോൾ തല്ലിക്കൊല്ലുന്നുണ്ട് നിയമ നടപടികളോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവനവൻ്റെ ജീവനക്കാലം വലുത് വേറെ ഒന്നും ഭൂമിയിലില്ല എന്ന് വിശ്വസിക്കുന്ന അതിലൊരാളാണ് ഞാൻ. കാരണം ജനങ്ങളിപ്പോൾ ഞാൻ സംരക്ഷിക്കുന്ന എൻ്റെ ജീവികളെ കൊണ്ട് മറ്റുള്ളവർക്ക് ജീവൻ അപകടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കർത്തവ്യം കൂടെ നമുക്കുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിടിക്കുന്ന അതികൾ എൻ്റെ സ്വന്തം ചിലവിൽ എൻ്റെ കാശ് മുടക്കി ഞാൻ പത്തനംതിട്ട ജില്ലയിലും ഗവിയിലേക്കൊക്കെ, പത്തനംതിട്ട ഗവി അങ്ങനെ പോകുന്ന സ്ഥലത്ത് എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ തുറന്നു വിടുന്നത്. ഞാൻ ആരെ ഏൽപ്പിക്കാറില്ല. ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൊണ്ട് തുറന്നു വിടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുള്ളതാണ് ഞാൻ ആരെ ഏൽപ്പിക്കാത്തത്. എൻ്റെ സ്വന്തം കഷ്ടപ്പാടിൽ കൂടെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുറന്നു വിടുന്നത് അവരെ സേഫായിട്ടുള്ള അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൻ്റെ കാട്ടിൽ തന്നെയാണ് വിടുന്നത്. പിന്നെ വയ്യാതെ ഇപ്പോൾ ഒരു അപകടത്തിൽ പറ്റി നാളെ മരിച്ചു പോകുന്നുള്ള അതിഥികളെയൊക്കെ എവിടെയെങ്കിലും അങ്ങ് തുറന്നു
വിട്ടേക്കുന്നത്. ആൾക്കാർക്കൊന്നും ശല്യമില്ലാത്ത ഏതെങ്കിലും തീരത്തങ്ങ് തുറന്ന് അപ്പോൾ അവിടെ കിടന്ന് 2-3 ദിവസം കഴിയുമ്പോൾ മരണപ്പെടുന്നു വെച്ചാൽ വലിയ മുറിവൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ആൾക്കാർക്ക് പ്രകസനം കാണിക്കാണ്ട് ചാനലുകളൊക്കെ വിളിച്ചു കൂട്ടി ഇതിനെ സർജറി ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കാം, ഇതൊന്നും ജീവിക്കത്തില്ല എന്നുള്ളത്. 1-2 ദിവസം ജീവിക്കും, അത് കഴിയുമ്പോൾ നരിക്കും. മറ്റേ സാധാരണ മുറിവൊക്കെ ഉള്ളതാണെങ്കിൽ ഏതെങ്കിലും മാളത്തിക്കറി ചുറ്റിയിരുന്നാൽ ആ മുറിവങ്ങ് ഹീലായി താനേ അതിൽ ജീവിക്കും. കാരണം മറ്റ് ജീവികളെ പോലെയല്ല ബ്രീത്ത് ഒരുമിച്ചെടുക്കുന്നതാണ്, വായു കൂടെ ഒരുമിച്ച് ഇങ്ങനെ എടുക്കുന്ന ജീവി. അപ്പോൾ വയറങ്ങ് വീർക്കുന്നു, അപ്പോൾ സ്റ്റിച്ച് ഇട്ടാലും സ്റ്റിച്ച് അങ്ങ് പൊട്ടിപ്പോകുന്നു, പിന്നെ സ്റ്റിച്ച് ഇടാൻ പറ്റില്ല, പിന്നെ അത് മുറിവ് പിന്നെ വലുതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേടിപ്പിക്കാതെ അതിനെ എവിടെയെങ്കിലും സേഫായിട്ട് ഏതെങ്കിലും കെട്ടി പാറക്കെട്ടിനകത്ത് വിട്ടാലേ അതിനകത്ത് പോയിരുന്ന് ഈച്ചയൊന്നും കയറാതെ പുഴുവൊന്നും വരാതെ അതിനകത്തിരുന്ന് അതങ്ങ് ഹീലാവുന്നു. അതുകൊണ്ട് ചില സ്ഥലത്ത് അപകടം പറ്റിയ പാമ്പുകൾ മാളത്തിനടുത്ത് തന്നെ ചുറ്റിയിരിക്കുന്ന എന്തെങ്കിലും അനക്കം കേൾക്കുമ്പോൾ പെട്ടെന്ന് മാളത്തിലേക്ക് അങ്ങ് പോകുന്നു, പതുക്കെ അങ്ങ് പോകുന്നു. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർ പ്രകൃതി ഇപ്പോൾ എനിക്ക് ഈ തല്ലിക്കൊല്ലുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വീട്ടിനകത്ത് വല്ല കുടുംബത്തിൽ ആർക്കെങ്കിലും പാമ്പടിയിട്ട് മരണപ്പെടുമ്പോൾ പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ കാണുന്ന പാമ്പുകളെല്ലാം തല്ലിക്കൊള്ളുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് ഇവിടെ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് അവരുടെ അന്നത്തെ ആ മാനസികാവസ്ഥ, അവരുടെ സ്വന്തം മോൻ നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ട മക്കളോ അല്ലെങ്കിൽ അച്ഛനെ നഷ്ടപ്പെട്ട മക്കളോ അല്ലെങ്കിൽ ഭർത്താവിന് നഷ്ടപ്പെട്ട ഭാര്യയോ അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് അരുത് എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. അവർക്ക് വന്ന നഷ്ടത്തിൻ്റെ ഒരംശം പോലും നമുക്ക് വരില്ല എന്നുള്ള, അവർക്ക് വന്ന വേദനയുടെ ഒരു അംശം പോലും നമുക്ക് കണ്ടു നിൽക്കുന്ന നമുക്ക് വരില്ല. പിന്നെ നമ്മൾ ചില ആൾക്കാർ ആ മരണം വെട്ടി പോയി കരയാറുണ്ട്, ചിലപ്പോൾ കരഞ്ഞിട്ട് തിരിച്ച് ഇറങ്ങി വരുമ്പോൾ ആ നഷ്ടപ്പെട്ട ആൾ കരയുന്ന ആ എഫക്റ്റ് ഒരിക്കലും മറ്റൊരാൾ അനുഭവിക്കാൻ കഴിയില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പാമ്പ് മുട്ടയിട്ട് ഇരിക്കുമ്പോൾ അതിന് അടുത്തൂടെ പോയാൽ അത് ഓടിയൊന്ന് കടിക്കുമെന്ന് പറയുന്നു. ഒരിക്കലുമില്ല സാർ, അതൊക്കെ ശുദ്ധ മണ്ടത്തരങ്ങൾ. അതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ്. അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടല്ലെങ്കിൽ നമ്മൾ ആ മുട്ടയിട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നുള്ള ഒരു ചിന്ത പണ്ടത്തെ തലമുറയ്ക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അവർ അങ്ങനെ ഉണ്ടാക്കി വെച്ചൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇണചേരുന്ന സമയത്ത് പാമ്പ് ഇണചേരുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പാമ്പുകളുടെ ഇണചേരൽ മറ്റ് ജീവികളെ പോലെയല്ല, കുറച്ച് ടൈം എടുക്കും. കുറച്ച് നേരം പറഞ്ഞതിന് ശേഷം ആ ഒരു ചെറിയ ബോട്ടമാണ് ലോക്കായി അകത്ത് ചെന്നിട്ട് അത് വലുതായിട്ടാണ് അത് ബീജം സ്പ്രെഡ് ചെയ്യുന്നത്. ആ സ്പ്രെഡ് ചെയ്ത് പിന്നെ അത് തിരിച്ച് കുറേ നേരമാകും പഴയ അവസ്ഥയിലേക്ക് വരും. ആ അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ അത് ലോക്ക് മാറി തിരിച്ച് പുറത്തേക്ക് വരികയുള്ളൂ. ആ ഒരു പ്രവണത മാറുകയുള്ളൂ. ആ മാറിയില്ലെങ്കിൽ അങ്ങനെ മാറ്റിങ് കഴിഞ്ഞിരിക്കുന്ന ഉടനെയുള്ള സമയത്താണെങ്കിൽ ആ ബോട്ടം എന്താ പറയുക ബലൂണായിരിക്കും മാറുന്ന സമയത്ത് നമ്മളിപ്പോൾ ശല്യപ്പെടുത്തുമ്പോൾ ഇത് 2 വഴിക്ക് പെട്ടെന്ന് പിരിഞ്ഞങ്ങ് പോകും. അപ്പോൾ ഇത് രണ്ടുപേരും വലിഞ്ഞു പോകുന്ന സമയത്ത് ഈ ബോട്ടം ഈ ഫീമെയിലിൻ്റെ അകത്തിരുന്നത് പൊട്ടിയിട്ട് ആണിനും മരണം സംഭവിക്കും, ഇതിന് ഇൻഫെക്ഷൻ വന്ന് ഫീമെയിലും മരണപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പൂർവികർ പാമ്പുകൾ ഇണചേരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ദൂരെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ, ഫോട്ടോ എടുക്കുന്നുണ്ടോ, ഫേസ്ബുക്കിലിട്ടുണ്ടോ അല്ലെങ്കിൽ യൂട്യൂബിലിട്ടുണ്ടോ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു അപകടം ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ പൂർവികർ പണ്ടുള്ള ആൾക്കാർ ഭീതിജനകമായി കഥകൾ പറഞ്ഞതുകൊണ്ടാണ് ഇന്നും ആൾക്കാർ ഭീതിയോടുകൂടി ഇതിനൊക്കെ സമീപിക്കുന്നത്. ഞാൻ പക്ഷേ അത് കുറേ മാറ്റി. എനിക്കിപ്പോൾ കൗമുദിയുടെ കൗമുദിയുടെ സ്നേക് മാസ്റ്റർ എന്നുള്ള എപ്പിസോഡിന് അറിയില്ല, ലോക ചരിത്രത്തിൽ പോലും 1000 ചില്ലുവാൻ എപ്പിസോഡ് പാമ്പുകളെ കുറിച്ച് ആരും ചെയ്തിട്ടില്ല. 1100 ചില്ലുവാൻ എപ്പിസോഡ് ഞങ്ങൾ ചെയ്തു സ്നേക് മാസ്റ്റർ പ്രോഗ്രാം പാമ്പുകളുടെ. ഇന്ന് ഞാൻ സാറിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് സാറിൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഇന്നും ഷൂട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 3-4 കേസ് പോയിട്ട്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് എനിക്ക് ഒരു 6 മണിക്ക് 5 മണിക്ക് ശേഷമാണ് എനിക്ക് ഒരുപാട് കോളുകൾ വിളിക്കുന്നത്. ഞാനിപ്പോൾ സാറിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഇന്നലെ ഞാൻ വന്ന് കിടന്നത് ഇന്ന് രാവിലെ 5:22 ഞാൻ വീട്ടിൽ വന്ന് കിടന്നത്. വീണ്ടും 6:30 ആയപ്പോൾ ഞാൻ എണീറ്റു, പൊളിച്ച് റെഡി അടുത്ത പുറത്തേക്ക് ഇറങ്ങാൻ. അടുത്ത കോൾ വന്നു, കരിക്കകത്തൊരു വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ അടിയിൽ ഒരു പാമ്പിരിക്കുന്നത് വിളിച്ചു. അതൊരു ചുവർ പാമ്പായിരുന്നു. അതിനെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത കോൾ വന്നത് എന്താ പറയുക ശാസ്തമംഗലത്ത്. അതിനുമ്പോൾ എടുത്തിട്ട് വന്നപ്പോൾ അടുത്ത കോൾ വന്നത് കഴക്കൂട്ടത്ത് കണിയാണ്. അപ്പോൾ അത് പോത്തൻകോട് അവിടെയും പോയിട്ട് വന്നപ്പോൾ സാറിൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും കോളുകൾ ഒത്തിരി വരാനുണ്ട്. വെളുക്കുന്നേരം ഇനി ഞാൻ യാത്ര ചെയ്യുന്നു. ഞാൻ ഒരിക്കലും എടുക്കുന്ന പാമ്പിനെയൊക്കെ എവിടെ കൊണ്ടുവിടും? സാധാരണ ചേര അങ്ങനെ സാധനങ്ങൾ ആർക്കും ശല്യമില്ലാത്ത ആരെങ്കിലും പറമ്പുകളിൽ ഞങ്ങൾ തുറന്നു വിടാൻ, ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആക്കുളം കായലെന്നുള്ള സ്ഥലത്ത് തുറന്നു വിടാം. അപ്പോൾ ചേരയും നീർക്കോലിയൊക്കെ അവിടെ വിടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവരവിടെ ജീവിക്കാൻ മാത്രമല്ല അവിടെ കിടക്കുന്ന മൂർക്കൻ പാമ്പുകൾ ഇവരെ കഴിക്കുന്നു. പാമ്പുകൾ പരസ്പര പൂരകങ്ങൾ. അവർക്ക് വിശക്കുമ്പോൾ മൂർക്കൻ തന്നെ മൂർക്കനെ പിടിക്കുന്നു, മൂർക്കൻ അണലിയെ പിടിക്കുന്നു, മൂർക്കൻ നീർക്കോലിയെ പിടിക്കുന്നു, മൂർക്കൻ ചേരയെ പിടിക്കുന്നു. ഇവരെല്ലാം പരസ്പരം തിന്നുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പാമ്പുകൾ ഭക്ഷിക്കുന്നത് രാജവെമ്പാല മാത്രമല്ല, മൂർക്കൻ പാമ്പുകൾ ഭക്ഷിക്കുന്ന ഒരു പാമ്പാണ്. എല്ലാത്തിനും പിടിക്കുന്നൊരു, അവൻ എണീറ്റ് നിന്ന് പിടിക്കാൻ പറ്റുന്നു. ഉണ്ടുള്ളതുകൊണ്ട് എണീറ്റ് നിന്ന് അവന് പിടിക്കാൻ പറ്റും. അപ്പോൾ അത് മൂർക്കനിൽ ഞാൻ ധാരാളം, രാജവെമ്പാലയെക്കാളും ഞാൻ കണ്ടിരിക്കുന്നത് മൂർക്കൻ പാമ്പ്. അപ്പോൾ മൂർക്കൻ പാമ്പ് നമ്മൾ പറഞ്ഞിരിക്കുന്ന രാജവെമ്പാല പാമ്പിനെ പിടിക്കുന്ന പാമ്പ് ഒരിക്കലല്ല. എനിക്ക് ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ 8ാമത്തെ 9ാമത്തെ രാജവെമ്പാലാണ് ഇടിഞ്ഞാറിന്ന് പിടികിടും. അന്ന് നമുക്ക് ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് സൂവിൽ ഡയറക്റ്റായിരുന്ന നമ്മുടെ ജേക്കബ് അലക്സാണ്ടർ സാർ, വെറ്റിനറി ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാർ, അതേ വന്ന് അവിടെ വെറ്റിനറി ഡോക്ടർ. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചു വരുത്തി പാമ്പ് പിടിക്കുന്ന സമയത്ത്. ഞാനും പുള്ളിയും കൂടെ കൊണ്ടുവന്ന് ഞാൻ അന്ന് വലിയ രാജവെമ്പാല എടുത്ത് പുള്ളി സാറിൻ്റെ കഴുത്തിൽ കൂടെ ഇട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ വയറിങ്ങനെ വീർത്തിരിക്കുകയായിരുന്നു. ആ വീർത്തിരുന്ന സമയത്ത് ഞാൻ ജേക്കബ് സാറിനോട്, സാറേ ഇതിൻ്റെ വയറ്റിൽ പാമ്പല്ല മറ്റെന്തോ ഫുഡാണ്. ഇല്ല സുരേഷേ മറ്റൊന്നും സാറിനെ വിളിച്ച് ചോദിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല സുരേഷേ പാമ്പിനെ മാത്രമേ കഴിക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല സാറേ ഇത് വേറെന്താണെന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഒമക്റ്റ് ചെയ്തു. വാലിയായിരുന്നു, ഉടുമ്പായിരുന്നു.
അപ്പോൾ രാജവെമ്പാല പാമ്പിനെ മാത്രം കഴിക്കുന്ന പാമ്പല്ല, വാലിയെ പിടിക്കുന്നു, മയിലിൻ്റെ മുട്ട കഴിക്കുന്നു, മയിലിൻ്റെ കുഞ്ഞുങ്ങളെ പിടിക്കുന്നു, കുറുക്കൻ്റെ കുഞ്ഞ്, ഇതൊക്കെ ചെയ്യുന്നു. ഇതൊന്നും കാണുന്നില്ല. കാരണം ഇവൻ ഇതിനെ പിടിച്ചിട്ട് ഇവൻ കാട്ടിൽ ജീവിക്കുകയല്ലേ. ഇവനാരും അങ്ങോട്ട് പോയി ശല്യപ്പെടുത്തി. ഇവൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴല്ലേ ഇവ കാട് കുറഞ്ഞു, അല്ലെങ്കിൽ കാടിൻ്റെ ചൂട് കൂടുന്നു, അല്ലെങ്കിൽ കാടിന് അവർക്ക് അടിക്കാടില്ല, അല്ലെങ്കിൽ കാടിൽ അവർക്ക് വെള്ളം കിട്ടുന്നില്ല, അവർക്ക് ജീവിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവർ ചൂടിലേക്ക് വരുന്നു. ഇപ്പോൾ രാജവെമ്പാലയ്ക്ക് ഇപ്പോൾ തണുപ്പ് മാത്രമല്ല, അവൻ ചൂടിലേക്കും വരുന്നു. ഇപ്പോൾ വേനൽക്കാലത്താണ് അവൻ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ചൂട് അവന് എന്താ പറയുക, അവന് ചൂടായിട്ട് ഇണങ്ങി ജീവിക്കാൻ കഴിഞ്ഞു അവനിപ്പോൾ. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ചൂട് ഉള്ള സ്ഥലങ്ങളിൽ അവൻ ജീവിക്കും. അവിടെ ജീവിക്കേണ്ട സാഹചര്യം ഒരുങ്ങി വരുന്നു. കാട്ടിനകത്തേക്ക് വെള്ളം കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് പൊന്മുടി മേളിലേക്ക് കഴിഞ്ഞാൽ പൊന്മുടി മേളത്തിൽ ഒരു ഭയങ്കര ചൂടാണ്. അതിൻ്റെ അടുത്തൊക്കെ രാജവെമ്പാലുണ്ട്. അവർ നേരെ താഴ്വരയ്ക്ക് പോകുന്നു. താഴ്വരയിലാണ് ആൾക്കാർ ജീവിക്കുന്നത്. അപ്പോൾ ജനവാസ മേഖലയിലേക്ക് വരുന്നു. അതുകൊണ്ട് ഇത്രയും പാമ്പുകളെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇവയെ കിട്ടും. പണ്ട് കാലത്ത് കരിമൂർക്കെന്ന് പറഞ്ഞാൽ അടിച്ചു കൊല്ലുന്നത് രാജവെമ്പാലകളായിരുന്നു. 10 അടിയുള്ള കരിമൂർക്കൻ അടിച്ചു വന്നു, 12 അടിയുള്ള കരിമൂർക്കൻ അടിച്ചു വന്നു എന്താ ഇതായിരുന്നു. ഇന്നും ഈ നിമിഷത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2025, 2024, 2026 തുടങ്ങിയിട്ടുള്ളൂ. 2025, 2024 പല എസ്റ്റേറ്റുകളിലും രാജവെമ്പാല വെടിവെച്ച് വരുന്നുണ്ട്. കാരണം നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിലാളിയുടെ സംരക്ഷണം നോക്കേണ്ടത് അവിടുത്തെ ഓഫീസർമാരുടെ ചുമതലയാണ്. കാരണം ഇപ്പോൾ രാജവെമ്പാല കണ്ടു, അല്ലെങ്കിൽ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ജോലിക്കാരവിടെ വരികയില്ല. അപ്പോൾ ഇവരാരും അറിയാതെ അതിനെ ഫയർ ചെയ്യുന്നു, എന്നിട്ട് അതിനെ കുഴിച്ചു മൂടുന്നു. അത് ഇന്നും നടക്കും. അപ്പോൾ അവിടെ ആ തോട്ടത്തിൽ പിന്നെ ജോലിക്കാർ പോകുന്നില്ല. പിന്നെ അവർ ഡിമാൻഡ് വെക്കുകയാണ്. ഇപ്പോൾ കടുവയെ കണ്ടെന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് കടുവയെ കണ്ടെന്ന് പറഞ്ഞാൽ കട്ട തൊഴിലാളികൾ അവർ മിണ്ടത്തില്ല. കടുവയെ കണ്ടെന്ന് ആരും ജോലിക്ക് പോകത്തില്ല. അപ്പോൾ ഒരു അടുത്ത തൊഴിലാളികൾ വരുന്നതിന് മുന്നേ അങ്ങോട്ട് പോയിട്ട് അവിടെ ഫയർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു. അപ്പോൾ അതങ്ങ് ഉണ്ടെങ്കിൽ അങ്ങ് മാറിപ്പോകുന്നു. അതുകൊണ്ട് പല സ്ഥലത്തും ജോലിക്ക് ആൾക്കാരെ കിട്ടാതിരുന്ന സാഹചര്യം ഇപ്പോൾ ജോലിക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് കാണുന്നത്. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ സംസാരിക്കാൻ നമുക്ക് ഒരു മാസം സംസാരിച്ചാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാനുണ്ട്. ഒരു മാസം നമ്മൾ ഇതിനൊക്കെ സംസാരം തീരുന്നത്. അത്രയ്ക്ക് ഒരുപാട് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിനെ കാരണം വിളിക്കുമ്പോൾ 2 പാമ്പിനെ കൊണ്ടുവരുമോ, 2 പാമ്പിനെ കാണിക്കാൻ പറ്റും. ഞാൻ 11,000-ലേറെ ക്ലാസ്സുകൾ ചെയ്തു. കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ. പിന്നെ അവയർനെസ് ക്ലാസ്സുകൾ ഡൽഹി മലയാളി അസോസിയേഷൻ്റെ പരിപാടി പങ്കെടുത്തു, ചെന്നൈയിൽ പങ്കെടുത്തു, അങ്ങനെ കർണാടക, മഹാരാഷ്ട്ര ഒക്കെ ഞാൻ പോയി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാം ക്ലാസ്സുകളിലാണ് പോകുന്നത്. ഈ പല സ്റ്റേറ്റുകളിലെ ഈ പാമ്പുകളോടുള്ള മനോഭാവം വ്യത്യാസമുണ്ടെന്ന് പറയും. 100% സാർ ചോദിച്ചാൽ. ഇപ്പം ഞാൻ കർണാടകത്തിൻ്റെ അടുത്ത സമയത്ത് പോയപ്പോൾ അവിടെ ഒരു സതീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്. സതീഷ്, പുള്ളിക്ക് മലയാളം അറിയാം. പുള്ളി കന്നഡക്കാരാണ്. പുള്ളിയുടെ നാട്ടിലൊരു പാമ്പിനെ JCB വെച്ച് അറിയാതെ മരണപ്പെട്ടു. ആ JCB വെച്ച് മരണപ്പെട്ട ആ പാമ്പ് അതിഥി അവർ കൊണ്ടുപോയി അടക്കം ചെയ്തു. അതായത് നമ്മൾ ഹൈന്ദവർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ചെയ്യും പോലെ അടക്കം ചെയ്ത് ദഹിപ്പിച്ചിട്ട് അതിനെ 7 ചടങ്ങ് ചെയ്തു, 16 ചടങ്ങ് ചെയ്തു, 41 ചടങ്ങ് ചെയ്തു. അങ്ങനെ ചെയ്ത് കർമ്മം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലത്ത് പാലും ഒക്കെ കൊണ്ട് വെച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെയൊന്നും പാമ്പുകൾക്ക് പേടിയില്ല. ഈ പാമ്പ് പാല് കുടിക്കും. അത് സാർ ചോദിച്ചു നല്ലത്. പാമ്പ് ഒരിക്കലും പാല് കുടിക്കാറില്ല. പാലിപ്പോൾ നമ്മളൊരു കൂട്ടിൽ, ഇപ്പോൾ സ്നേക്ക് പാർക്കുള്ള കൂട്ടിലൊരു പാമ്പിനെ ഇട്ട് കഴിഞ്ഞാൽ ആ പാമ്പിന് വെള്ളം വെച്ച് കൊടുക്കുന്നു കുടിക്കാനായിട്ട്. ആ വെള്ളം മാറ്റിയിട്ട് ആ പാത്രത്തിൽ പാല് വെച്ച് കൊടുത്ത് ആ വെള്ളം കുടിക്കുന്ന ഓർമ്മയിൽ നനവിൻ്റെ ഇത് നാക്കിലേക്ക് സെൻസ് ചെയ്ത് 2-3 ഡ്രോപ്പ് കുടിച്ചു വന്നിരിക്കാം. സ്ഥിരമായി കഴിഞ്ഞാൽ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടത് മരണപ്പെടും. അതിന് യാതൊരു സംശയം. പാമ്പ് സാധാരണ പാല് കുടിക്കില്ല. ഇല്ല. ഇപ്പം നമുക്ക് അമ്പലങ്ങളിൽ ആരാധിക്കുന്നത് പാമ്പ് ഒരു പാല് കുടിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിന് വേണ്ടിയല്ല, അഭിഷേകം ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു വസ്തു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നല്ലൊരു ഇതെന്നുള്ള രീതിയിൽ അത് ചെയ്യുന്നു എന്നുള്ള. പാലും മഞ്ഞപ്പൊടി ഒരിക്കലും പാമ്പുകൾ കഴിക്കാറില്ല. പിന്നെ പണ്ട് കാലങ്ങളിൽ സാറിന് അറിയാമല്ലോ, പണ്ട് കാലങ്ങളിൽ യഥാർത്ഥത്തിൽ എൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ധാരാളം കൃഷി ഉണ്ടായിരുന്നു. കൃഷി വെച്ചാൽ നെല്ലായിരുന്നു. നെൽകൃഷി നടക്കുന്ന സമയത്ത് നെല്ല് പഴുത്ത് വരുമ്പോൾ എലിയുടെ ശല്യം കൂടും. എലിയുടെ ശല്യം കൂടുമ്പോൾ നെല്ല് കഴിക്കാൻ വരുമ്പോൾ മേളിൽ കരയിൽ ജീവിക്കുന്ന പാമ്പുകൾ അതിൻ്റെ പിറകെ നെല്ലിലേക്ക് വരും. അപ്പോൾ കൊയ്ത്തുകാർക്ക് ഒരുപാട് പാമ്പടിയിട്ട് മരണം സംഭവിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ, ഇന്നത്തെ ശാസ്ത്രങ്ങൾ വളരുന്നതിന് മുന്നേ അന്നത്തെ നാടുവാഴികൾ, അന്നത്തെ ബുക്കും ഗ്രന്ഥമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അവരുടെ തലയിൽ ഉദിച്ചതാണ് ഇതിനെ കരയിലേക്ക് മാറ്റാനായിട്ട്. അതായത് വേനൽ കൂടുമ്പം ഞാറ് കഴിയുന്ന സ്ഥലത്ത് വെള്ളമില്ല, അപ്പോൾ വെള്ളം ആവശ്യമാണ്. അപ്പം വെള്ളവും മേളിലോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ പാല് പാത്രത്തിൽ ഒഴിച്ച് മേളിലോട്ട് വെച്ച് തുടങ്ങി. മേളിലോട്ട് വെച്ച് അവിടെ നനവാകുന്നു. അപ്പോൾ അവിടെ നനവാകുമ്പം എലി അവിടെ ഒന്ന് മാളം കുടിക്കുന്നു. അപ്പോൾ എലിക്ക് വെള്ളം കുടിക്കാണ്ട് എലി പാലിലേക്ക് വരുന്നു, പാലും കുടിക്കുന്നു. അവിടെയുള്ള മാളത്തിലാവും വസിക്കുന്നു. അപ്പോൾ താഴെ പാമ്പ് വരുന്നില്ല, പാമ്പ് ഇവിടെ വന്ന് ഇവയെ പിടിക്കുന്നു. ഇവയെ പിടിച്ചിട്ട് ഇവിടുത്തെ മാളത്തിൽ അവർ വസിക്കുന്നു. അപ്പോൾ കൊയ്യാൻ ഇറങ്ങുന്ന ആൾക്കാർക്ക് ജീവന അപകടം ഉണ്ടാകുന്നത്. അന്ന് തുടങ്ങിയ ഒരു ആരാധനയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ വലിയൊരു സംഭവമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെന്തുരുണി വാലി എന്ന് പറയുന്ന സ്ഥലത്ത് രാജവെമ്പാല ഒരുപാടുണ്ടോ? ചെന്തുരുണി വനമേഖല നമ്മുടെ തെന്മല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെന്തുരുണിയിൽ. പക്ഷേ ചെന്തുരുണിയിൽ വനമേഖല നല്ല തണുപ്പാണ് അവിടെ. അത് നല്ല റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരു അരുവിയുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് കേരള കണക്ഷനാണ് ആ മല എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ധാരാളം പാമ്പുകൾ, അവിടെ ധാരാളം രാജവെമ്പാലുള്ള സ്ഥലമാണ്.
അപ്പോൾ നമ്മൾ അച്ചൻകോവിൽ, ആര്യങ്കാവ് അതെല്ലാം കാണണം. അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ വേറെ കാലം, നല്ല തണുത്ത്, എത്ര വേനലാണെങ്കിലും താഴ്വരകൾ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഇവർക്ക് അതുപോലെ ഈറക്കാടുകളുണ്ട്. അപ്പോൾ ഈറക്കാടുകൾക്കും മുളം കാടുകൾക്കും അടിയിലുള്ള ഇലകളുടെ ഇടയിലാണ് ഇവ മുട്ടയിടുന്നത്, ഇണചേർന്ന് മുട്ടയിടുന്നത്. അപ്പോൾ അവർക്ക് പറ്റിയ സാഹചര്യമാണ് അവിടെ. അപ്പോൾ 40, 20, 30, 32 അങ്ങനെ മുട്ടകളിടുന്നത്. അപ്പോൾ ഇവയെല്ലാം ആ സാഹചര്യത്തിൽ വിരിയുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ കുറേയൊക്കെ നശിച്ചാലും ഒരു 20 കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ 10 നശിച്ചാലും 10 അവിടെ ജീവിക്കുന്നു. ആ 10 ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഒരു 5 മാറുന്നു. വീണ്ടും 2 വർഷം കഴിയുമ്പോൾ 2-3 ആയിട്ട് മാറും. ആ 2-3 പിന്നെ അവശേഷിക്കുന്നുണ്ട്. അതിലൊരു പേര് മാറിയിട്ടായിരിക്കും ആ ഏരിയയിൽ പിന്നെ ഇവർക്ക് മാത്രമേ ഉള്ളൂ പേരായിട്ട് ജീവിക്കുന്ന ഒരു സ്വഭാവം. രാജവെമ്പാലിന് കടുവയെ പോലെ പേരായിട്ട് ജോഡിയായിട്ട് ജീവിക്കുന്ന ഒരു സാധനം രാജവെമ്പാല മാത്രം, പാമ്പിൽ രാജവെമ്പാലയ്ക്ക് മാത്രം. അതാണ് സാർ, ടൈഗറിനെ പോലെ ആ ഒരു മേലെ ഒരു പേര് അവിടെ ആ ഒരു ഏരിയയിൽ ആ ഒരു ടെറിട്ടറിയിൽ അവർ രണ്ടുപേരും ഉണ്ടാവുള്ളൂ. ഇതും അത് തന്നെയാണ്. അവിടെ വേറൊരു മെയിൽ വന്നാൽ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അതിൽ ഒരാൾ മരണപ്പെടും, അല്ലെങ്കിൽ ഒരാൾ തോറ്റോടും. ഇതാണ് അവിടെ കാണുന്നത്. സുരേഷിന് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് സപ്പോർട്ട്. ഇപ്പോൾ മന്ത്രിസഭയിൽ എല്ലാവരും ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും എല്ലാവരും നല്ല കമ്പനി, നല്ല ഫ്രണ്ട്ഷിപ്പാണ്, നല്ല കണക്ഷനാണ്. അവിടെ സപ്പോർട്ട്. അതുകൊണ്ട് നമുക്ക് സാമ്പത്തിക സപ്പോർട്ട് അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. അല്ലാതെ ഉള്ള സപ്പോർട്ടുകളുണ്ടെന്നുള്ളതാണ്. പിന്നെ നമുക്ക് വനം വകുപ്പിൽ 1-2 ഓഫീസർമാർ ഒഴിച്ച് ബാക്കി ആരും കുഴപ്പക്കാരല്ല. 1-2 ഓഫീസർമാർക്ക് എൻ്റെ പേര് കേൾക്കുമ്പോൾ അലർജി ഉണ്ടാകുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്താലും വിമർശിക്കുന്നുണ്ട്. എനിക്ക് കടി കിട്ടുന്നത് മാത്രമേ അവർ ആഘോഷിക്കുന്നുള്ളൂ. ഈ കഴിഞ്ഞ കോട്ടയത്ത് എനിക്കൊരു കടി കിട്ടിയ സമയത്ത് അൻവർ എന്ന് പറഞ്ഞൊരു DFO, അൻവർ എന്ന് പറഞ്ഞ DFO വളരെ മോശമായിട്ടൊന്ന് പ്രതികരിച്ചു. എനിക്ക് എന്തൊക്കെ വളരെ മോശമായിട്ട് പ്രതികരിച്ചു. പക്ഷേ അദ്ദേഹം ട്രെയിനിങ് കൊടുത്ത ഏകദേശം കേരളത്തിൽ 30ഓളം പേർക്ക് കടി കിട്ടി. ഞാൻ ട്രെയിനിങ് കൊടുത്ത ഒരാളിന് ഇന്നുവരെ കടി കിട്ടിയിട്ടില്ല. ഇന്ന് വരെ കേരളത്തിൽ ആദ്യമായിട്ട്, ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ട്രെയിനിങ് കൊടുത്തു ഞാൻ ഫയർഫോഴ്സിന് കൊടുത്തു, ഫോറസ്റ്റിന് കൊടുത്തു, അതുപോലെ തന്നെ പോലീസിന് ട്രെയിനിങ് കൊടുത്തു, അതുപോലെ അങ്ങനെ ഒരുപാട് മേഖലയിൽ ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ അവർക്കൊന്നും ആർക്കും ട്രെയിനിങ് ഒരു അപകടം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഇവർ ട്രെയിനിങ് കൊടുത്തിട്ട് 30 പേർക്ക് മറ്റേ കടി. ഞാനിപ്പോൾ വിവരാവകാശം ചോദിച്ചിട്ടുണ്ട്. 30 ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവാം. കാരണം ആരും ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പേരുകളിലുള്ള ചെറുപ്പക്കാരന് കടി കിട്ടിയിട്ട് പുള്ളി ഇവരെ പേടിച്ചിട്ട് വേറൊരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഇവിടെയെങ്കിലും വരാതെ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പാമ്പ് പിടുത്തക്കാരനാണെന്ന് പറയാതെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. എന്ത് മണ്ടത്തരമാണ്! ആരെയാ ഭയപ്പെടുക? എന്തിനാ ഭയപ്പെടുക? ഒരു പാമ്പ് കടി കിട്ടിയെന്നിരിക്കട്ടെ, അതിന് ആരെയാ ഭയപ്പെടുക? ആർക്കും എപ്പോഴും കിട്ടാം. എത്ര നല്ല ഡ്രൈവറായിരുന്നാലും എപ്പോഴും അപകടം ഉണ്ടാവാം. എത്ര നല്ല ഡ്രൈവറാണെങ്കിലും എപ്പോഴും. അപ്പോൾ ഞാനിപ്പോൾ സാറിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു പഞ്ച് കാർ എനിക്കത് സ്പോൺസർ ചെയ്ത് കിട്ടിയ ഒരു കാറാണ്. പക്ഷേ കാറ് അത് ഫുൾ ഇൻഷുറൻസ് അല്ല, തേർഡ് പാർട്ടി ഇൻഷുറൻസ്, പുതിയ വണ്ടിയാണ്. 2 വർഷം 2 മാസമായിട്ടുള്ളൂ. ഈ പഞ്ചാണ്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ ഡ്രൈവർ വട്ടപ്പറയുന്ന മണ്ണന്തലേക്ക് എന്നെ വിളിക്കാണ്ട് വരുന്ന വഴിക്ക് മണ്ണന്തല വെച്ച് KSRTC ബസ് ഒന്ന് ഇടിച്ച് ബാക്ക് മുഴുവനും ചപ്പി. 2,80,000 രൂപ നന്നാക്കണേ. വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ഇപ്പോൾ 2 ആഴ്ച ഞാൻ കൊണ്ട് വർക്ക്ഷോപ്പിൽ ഇട്ടിരിക്കുകയാണ്. ഇനി വർക്ക്ഷോപ്പിൻ്റെ പൈസ കൊടുത്താലേ നന്നാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ KSRTC ആയതുകൊണ്ട് കേസിന് പോകാൻ പറ്റില്ല. കേസിന് പോയി കഴിഞ്ഞാൽ 2-3 മാസം എടുക്കും. ഇത് ഒരു ഒത്തുതീർപ്പാണ്. ഈ ഒത്തുതീർപ്പാകുമ്പോൾ ഒന്നും തരയില്ല. ഇത് വർക്ക്ഷോപ്പിൽ അവിടെ കിടന്ന് പോലീസ് സ്റ്റേഷനിൽ കിടന്ന് നശിക്കും. അതുകൊണ്ട് ഞാൻ പരാതി ഇല്ലെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് എനിക്ക് ഇൻഷുറൻസ് കിട്ടാനും സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടു. ഇങ്ങനെയൊക്കെ ചിന്തി. അപ്പോൾ ഡ്രൈവർ കിടന്ന് കരയുന്നു ഇങ്ങനെ. അപ്പോൾ ഞാൻ എഴുതി കൊടുത്ത് എനിക്ക് പരാതി ഇല്ലെന്ന് എഴുതി കൊടുത്തു സ്റ്റേഷനിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ.